പാലക്കാടിന്റെ മനസ്സ് എങ്ങോട്ട് എപ്പോൾ തിരിയുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. പക്ഷേ അത് BJPയിലേക്ക് അങ്ങനെയൊന്നും പോകില്ല എന്ന് ഉറപ്പുമാണ്. മാറിയും മറിഞ്ഞും ഇടതു വലത് മുന്നണികളെ പാലക്കാട് തള്ളുകയും കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രത്യേക താല്പര്യമെടുത്തതും. എങ്ങാനും പാലക്കാടൊന്ന് മറിഞ്ഞാലോ എന്ന ചിന്തയാണ് BJPക്ക്. അതിനൊപ്പം തന്നെ നിർണായക ശക്തിയായി BJPയുടെ വളർച്ചയും കാണാതെ പോകരുത്. അത് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി വന്നപ്പോൾ കണ്ടതുമാണ്. തിളച്ചുമറിയുന്ന പാലക്കാടൻ ചൂടിനും അപ്പുറത്താണ് ഇവിടുത്തെ പോരാട്ട വീര്യമെന്ന് എല്ലാവർക്കും ഏത് സമയവും അറിയാം. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ UDF കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അത് തിരിച്ചുപിടിക്കാൻ CPM പോളിറ്റ് ബ്യൂറോയിലെ ഒരു അംഗം തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. കനത്ത രക്ഷാകവചമാണ് ഇടതുപക്ഷവും തീർത്തിട്ടുള്ളത്. BJPയും തങ്ങളുടെ പ്രതീക്ഷ ഒട്ടും കുറയ്ക്കുന്നില്ല. പാലക്കാട് ശക്തമായൊരു ത്രികോണ മത്സരം തന്നെയാണ് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത്. BJPയെ സംബന്ധിച്ച് രണ്ടാം സ്ഥാനത്ത് വന്നാൽ പോലും അവർ സന്തുഷ്ടരാകും. കാരണം വടകരയിലെങ്ങാനും ഷാഫി ജയിച്ചാൽ അതൊരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് മാറും. അങ്ങനെ വന്നാൽ നിയമസഭയിലേക്കൊരു മാസ് എൻട്രി, അതാണ് ഇപ്പോൾ പാലക്കാട്ടെ BJPയുടെ സ്വപ്നവും. കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയ VK ശ്രീകണ്ഠൻ തന്നെയാണ് ഇക്കുറി UDFന്റെ സ്ഥാനാർത്ഥി. 2000, 2005, 2010, 2015 വർഷങ്ങളിൽ ഷൊർണൂർ നഗരസഭാംഗമായിരുന്നു ശ്രീകണ്ഠൻ. പിന്നീട് പാലക്കാട് DCC പ്രസിഡന്റായി. അങ്ങനെയാണ് ആദ്യമായി കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചതും കന്നി അംഗത്തിൽ തന്നെ വിജയം കണ്ടതും. 2009 1820 വോട്ടിന് ജയിച്ച LDFന്റെ MP രാജേഷ് 2014 തന്റെ ഭൂരിപക്ഷം 1,05,300 ഉയർത്തിയത് കൊണ്ട് തന്നെ UDFന് സാധ്യത കുറവാണെന്ന് വിലയിരുത്തിയവരെ മൊത്തം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ശ്രീകണ്ഠന്റെ അന്നത്തെ വിജയം. 11,637 വോട്ടിന് പാലക്കാട് പിടിച്ചെടുത്ത ശ്രീകണ്ഠൻ രണ്ടാം അംഗത്തിൽ ഇറങ്ങുന്നത് തികച്ചും ജനകീയനായി തന്നെ. 89 കോൺഗ്രസിന്റെ VS വിജയരാഘവനിൽ നിന്നും പാലക്കാടിനെ ഇടത്തേക്ക് ചരിച്ചു പിടിച്ചു. ആ വിജയരാഘവനെയാണ് LDF ഇത്തവണ പാലക്കാട് ഇടത് സ്ഥാനാർത്ഥിയായി ഇറക്കുന്നതും. 89 വിജയരാഘവൻ 1286 വോട്ടിന് പിടിച്ചെടുത്ത പാലക്കാടിനെ 91 15,768 വോട്ടിന് VS വിജയരാഘവൻ വീണ്ടും UDFന് വേണ്ടി തിരിച്ചെടുത്തു. അന്നും എതിരാളി വിജയരാഘവനായിരുന്നു. പിന്നീട് 96 NN കൃഷ്ണദാസിനെ ഇറക്കിയാണ് CPM പാലക്കാട് പിടിച്ചെടുത്തത്. ഇതിലൊരു വിള്ളൽ വീഴ്ത്താൻ UDFന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വന്നു. വിജയരാഘവൻ ഇത് മൂന്നാമത്തെ അംഗമാണ്. പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ പാലക്കാട് മത്സരിക്കാൻ ഇറക്കിയതിലൂടെ വിജയമല്ലാതെ മറ്റൊന്നും CPMും പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരവും അവിടെ നിൽക്കട്ടെ, BJP പാലക്കാടിനെ പരിഗണിക്കുന്നത് A ക്ലാസ് മണ്ഡലമായി തന്നെയാണ്. അതിനവർ കാര്യമായ പ്രചരണം കൊടുക്കുന്നില്ല എന്ന് മാത്രം. കാരണം BJPക്ക് പാലക്കാടെങ്കിലും ഒന്ന് ജയിച്ചു കിട്ടുകയോ രണ്ടാം സ്ഥാനത്തേക്ക് ഒന്ന് വന്നു കിട്ടുകയോ വേണം. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറാണ് ഇത്തവണയും പാലക്കാട് പാർട്ടിക്ക് വേണ്ടി അംഗത്തട്ടിലിറങ്ങുന്നത്. 2000 മുതൽ 2020 വരെ പാലക്കാട് നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട C കൃഷ്ണകുമാർ പാർട്ടി ജില്ലാ അധ്യക്ഷനായിരിക്കെയാണ് പാലക്കാട് നഗരസഭയുടെ ഭരണം അട്ടിമറിയിലൂടെ പിടിച്ചെടുത്തത്. കഴിഞ്ഞ തവണ 2,18,556 വോട്ട് നേടി കൃഷ്ണകുമാർ പാലക്കാട്, മലമ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തി. പിന്നീട് തുടർച്ചയായി നഗരസഭാ ഭരണം നിലനിർത്തി. ഇതൊക്കെ BJPക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളാണ്. ഈ ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 2 എണ്ണമാണ് നിലവിൽ UDFനൊപ്പമുള്ളത്, പാലക്കാടും മണ്ണാർക്കാടും. ബാക്കിയുള്ള പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ ഭദ്രമാണ്. കഴിഞ്ഞ 2 തവണ മണ്ണാർക്കാടിന്റെ ബലത്തിലാണ് UDF പാലക്കാട് ജയിച്ചു കയറിയത്. പട്ടാമ്പിയും പാലക്കാടും അതിനൊപ്പം കൂട്ടുനിന്നു. പൗരത്വ നിയമ ഭേദഗതിയും വർഗീയതയും വിഷയമാക്കി മണ്ണാർക്കാടിന്റെ അടിയൊഴുക്ക് അനുകൂലത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇത്തവണ ഇടതുപക്ഷം. പാർലമെന്റ് അംഗം എന്ന നിലയിൽ മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളും വിലക്കയറ്റവും ഒക്കെ ഉയർത്തിക്കാട്ടിയാണ് UDFന്റെ ശ്രീകണ്ഠന്റെ വോട്ടുപിടുത്തം. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് കൃഷ്ണകുമാറും കളത്തിലുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിനാൽ തെരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷനിൽ മുഴുകിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ. വിജയരാഘവനും കൃഷ്ണകുമാറുമാകട്ടെ രണ്ടാം ഘട്ട മണ്ഡല പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പദയാത്രകളുമായി കൃഷ്ണകുമാർ രംഗത്തിറങ്ങിയിരുന്നു. കാരണം കൃഷ്ണകുമാറിന് ഇത് ജീവൻ പറഞ്ഞ പോരാട്ടമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കണം, സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖറോ ഒന്നുമല്ല ഇവിടുത്തെ സ്റ്റാർ താരങ്ങൾ. പാലക്കാട് എങ്ങനെയും പിടിച്ചെടുക്കണം എന്ന ലക്ഷ്യത്തോടെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കൃഷ്ണകുമാർ തന്നെയാണ്. എന്തായാലും പാലക്കാട്ടെ ഇത്തവണത്തെ വിധി എന്താകുമെന്ന് കാത്തിരുന്ന് കാണണം. രണ്ടാം സ്ഥാനത്തെത്താം എന്ന പ്രതീക്ഷയാണ് BJP കേന്ദ്രങ്ങൾക്കുള്ളത്. പക്ഷേ പാലക്കാട് പിടിച്ചെടുക്കാമെന്ന് LDF വളരെ വ്യക്തമായ തന്ത്രങ്ങളോടെ കണക്ക് കൂട്ടുന്നുണ്ട്. ആ തന്ത്രങ്ങളുമായി അവർ മുന്നോട്ട് പോകുകയും ചെയ്തിരിക്കുന്നു. ഇനിയുള്ളത് മണ്ഡലം എങ്ങനെ നിലനിർത്താം എന്നതിലുള്ള ശ്രീകണ്ഠൻ്റെയും UDFൻ്റെയും തന്ത്രങ്ങളിലും കഴിവുകളിലുമാണ്.